എന്നാലും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കി ആളുകൾ ഈ ചികിത്സയ്ക്ക് പോകുമ്പോഴും ഇവിടെ ഇപ്പോഴും 1000-ൽ താഴെ പൈസ കൊടുത്തിട്ട് ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിസൾട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പല സ്ഥലങ്ങളിലും ഒരു ഹോപ്പ് പോലും കൊടുക്കാതെ ഈ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ വെറും 1000 രൂപയിൽ താഴെ എങ്ങനെയാണ് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുകയും ഈ എമൗണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അത് വന്ധ്യതാ ചികിത്സ കച്ചവടവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റലിൽ വിജയിക്കണമെങ്കിൽ അവരുടെ IVF സെൻ്ററോ അല്ലെങ്കിൽ വന്ധ്യത ചികിത്സ ഉണ്ടെങ്കിൽ ആ സ്ഥാപനം വിജയിക്കുന്ന പറയാം. അതെ, കാരണം മറ്റു രോഗികളിൽ നിന്ന് വ്യത്യസ്തമാണ് വന്ധ്യതാ രോഗികൾ. വന്ധ്യത ഒരു രോഗം എന്നതിനപ്പുറത്ത് ഒരവസ്ഥയാണ്. ഇപ്പോൾ എനിക്ക് വന്ധ്യതയുണ്ടെങ്കിൽ എൻ്റെ നിത്യജീവിതത്തിനോ അല്ലെങ്കിൽ എൻ്റെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സമില്ല. അതിനർത്ഥം ഒരു രോഗം എന്നതിനപ്പുറത്ത് ഒരാൾ കല്യാണം കഴിക്കുന്നു, ഒരു 2 ദമ്പതികൾക്കും അവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതവർ സ്വാഭാവികമായ ജീവിതത്തെ ബാധിക്കുന്നില്ല. അവർ മാനസികമായ ഒരു പ്രശ്നമായിട്ടാണ് ഈ വന്ധ്യത ഉടലെടുക്കുന്നത്. കാരണം കല്യാണം കഴിക്കാത്ത ഒരാൾക്ക് മക്കൾ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. കല്യാണം കഴിക്കാത്ത ഒരാൾ എങ്ങനെ ജീവിക്കുന്നോ അതേപോലെ തന്നെ വന്ധ്യതയുള്ളവർക്കും ജീവിക്കാൻ പറ്റും. അപ്പോൾ അതായത് ഒരു പ്രകടമായ ഒരു ജീവിതശൈലി രോഗങ്ങളായിട്ട് ഇത് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇതൊരു അവസ്ഥ മാത്രമാണ്. ഈ അവസ്ഥയെ എത്ര കാലം വേണമെങ്കിലും ചൂഷണം ചെയ്യാൻ കഴിയും. അതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് വന്ധ്യതയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നത്. കാരണം മറ്റ് രോഗികളാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസർ രോഗിയാണ്, ഒരു കാലഘട്ടം വരെ അവർ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് രോഗി മരിച്ചു പോകുന്നു. ഇത് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽക്ക് എത്ര കാലം വേണമെങ്കിലും അവരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ടാമത് IVF-ഉം ICSI പോലത്തെ ചികിത്സകൾ പലതവണ പരാജയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഈ ചികിത്സ ഗുണപ്രദമാണ്. 5 തവണ IVF പരാജയപ്പെട്ടവർക്കും ഞങ്ങളുടെ ചികിത്സ വിജയിച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ ചെലവിൽ ഈ ചികിത്സ നടത്തുന്നത് വെച്ചാൽ ഇതൊരു പാരമ്പര്യ ചികിത്സയാണ്. 9 തലമുറകൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിന് സിദ്ധിച്ച ഒരു അറിവാണ് ഈ പാരമ്പര്യ വന്ധ്യതാ ചികിത്സ. അപ്പോൾ അതിനെ ഒരിക്കലും കച്ചവടവൽക്കരിച്ച് ബിസിനസിൻ്റെ രീതിയിലേക്ക് മാറ്റാൻ എനിക്കോ എൻ്റെ കുടുംബത്തിനോ താല്പര്യമില്ല. അത് 9 തലമുറയായിട്ടും അത് അങ്ങനെ തന്നെയാണ് തുടർന്നു പോകുന്നത്. ഒരു ഒറ്റ കാര്യം ചെയ്യട്ടെ, ഈ 9 തലമുറകൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ തുടക്കം ഇത് ആ ഒരു രാജഭരണ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും, അതിനും മുകളിലാണ് ആയിരിക്കാം 9 തലമുറ പറയുമ്പോൾ. അപ്പോൾ അവിടെ തൊട്ട് പൊന്നൻ പൂശാരി ദമ്പതികൾക്ക് മക്കളില്ലാതിരിക്കുകയും അവർക്കൊരു സന്യാസിയുടെ ഉപദേശപ്രകാരം സിദ്ധിച്ച അറിവിലൂടെ അവർ തയ്യാറാക്കിയ മരുന്നുകൾ കഴിച്ച് അവർക്ക് മക്കളുണ്ടാവുകയും ചെയ്തു. തുടർന്ന് മക്കളില്ലാത്തവർക്ക് ആ മരുന്ന് ഇദ്ദേഹം നൽകി ഈ വന്ധ്യത ചികിത്സയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അന്നൊക്കെ സൗജന്യമായി കൊടുത്തതായിരിക്കാം. കാരണം ഒരു കുടുംബത്തിലേക്ക് ഒരു വ്യക്തിക്ക് ഒരു അറിവ് കൊടുക്കുമ്പോൾ അത് ഗുണപ്രദമായി തന്നെ അത് മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിലാണ് അറിവ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ അറിവ് 9ാം തലമുറയിൽ എന്നിലെത്തി നിൽക്കുന്നു. അപ്പോൾ അന്ന് ആ സന്യാസി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ മെഡിസിൻ അത് തന്നെയാണ് ഇപ്പോഴും തലമുറകളായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതും കൊടുക്കുന്നതും. അതേ രീതിയിൽ നിന്നും മാറ്റമില്ല. അതാണ് ഇത്ര റിസൾട്ട് വരാൻ കാരണം. തീർച്ചയായും വൈദ്യശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ചോട്ടെ, IVF-ഉം ICSI പോലത്തെ ചികിത്സകളും IUI പോലത്തെ ചികിത്സകളൊക്കെ എത്ര പുരോഗമിച്ചാലും ഈ പാരമ്പര്യ ചികിത്സയ്ക്ക് മുകളിലല്ല അതെന്ന് തെളിവുകൾ നിരത്തിയിട്ട് കാണിക്കാൻ എനിക്ക് കഴിയും. കാരണം 20ഉം 22ഉം വർഷത്തെ വന്ധ്യതയും 4ഉം 5ഉം തവണ IVF പരാജയപ്പെട്ടവർക്കും എൻ്റെ ചികിത്സയിൽ കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ 100 കണക്കിന് വ്യക്തമായ തെളിവുകൾ കാണിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അത്രയും തെളിവുകൾ ഉണ്ടാവുമ്പോഴും എൻ്റെ ചികിത്സയ്ക്ക് ഇത്രയും ചുരുങ്ങിയ 1000 രൂപയിൽ താഴെ എന്ന് പറയുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 20 വർഷമായി അല്ലെങ്കിൽ 22 വർഷമായി കുട്ടികളുടെ അതെ IVF ലക്ഷങ്ങൾ ചിലവ് വരുന്ന IVF 4ഉം 5ഉം തവണ പരാജയപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് ഈ നിഷികാന്തിൻ്റെ ഈ 1000 രൂപയുടെ മെഡിസിനിൽ, അതായത് ആദ്യത്തെ മാസം 2 സ്ത്രീക്കും പുരുഷനും കൂടിയിട്ട് 3200 രൂപയാണ് വാങ്ങിക്കുന്നത് ആദ്യത്തെ മാസം. അത് 1 ടൈം മെഡിസിനാണ്. അതിനുശേഷം എല്ലാ മാസവും 1000-ൽ താഴെ എന്ന് പറഞ്ഞാൽ 850 രൂപയാണ്. ഇപ്പോൾ ഈ 2025 നമ്മൾ വാങ്ങിക്കുന്നത് 850 രൂപയാണ്. ഒരു മാസം 850 രൂപയ്ക്ക് വന്ധ്യതയ്ക്ക് ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. ഉണ്ടാവാം, പക്ഷേ റിസൾട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ കുറവാണ്. പക്ഷെ നമ്മളുടെ പാരമ്പര്യ രീതി പ്രകാരം എത്ര പാവപ്പെട്ടവനും ഏത് കൂലിപ്പണിക്ക് പോകുന്നവനും ഒരു ദിവസം പണിക്ക് പോയാൽ ഒരു മാസം നമ്മളുടെ മരുന്ന് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ തന്നെ ഈ ചികിത്സ മുന്നോട്ട് പോകണമെന്ന് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മൊത്തം അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കച്ചവടത്തിൻ്റെ പാതയിലൂടെ പോകാതെ നമ്മൾ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ 1000-ൽ താഴെ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുന്നത്. വേണമെങ്കിൽ നമുക്ക് 10,000, 20,000, 50,000 പറയാം. ഇപ്പോൾ പലർക്കും വിശ്വാസക്കുറവ് എന്താ വെച്ചാൽ
1000 താഴെ മരുന്ന് കൊടുത്തിട്ട് വന്ധ്യത മാറ്റൂ എന്നുള്ളതാണ് ഇത്. ഈ 1000 താഴെയുള്ള മരുന്നിനെ ഞാൻ 10,000 25,000 ആക്കിയാൽ എനിക്ക് നല്ല തിരക്കായിരിക്കും അവിടെ. കാരണം എമൗണ്ട് കൂടുമ്പോൾ അതിൽ എന്തൊക്കെയോ അടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മുടെ മലയാളികൾക്കിടയിലുണ്ട്.